തുടങ്ങാം. ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. അതിനുശേഷം നമ്മൾ കക്കാറച്ചി ഇട്ടൊന്ന് വഴറ്റുകയാണ്. വൃത്തിയാക്കി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കിലോ കക്കാറച്ചിയാണിത്. അതുകൊണ്ട് ഇനി അതിന് അധികം വേവ് കാണില്ല. ഞാൻ കുക്കറിൽ 5 വിസിലടിച്ച് വേവിച്ചതാണ്. വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ച് അര കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. ഇനി തീയപ്പം കൂട്ടി വെക്കാം. അടുത്ത അരപ്പ് ചതച്ചിടുകയാണ്. അതായത് തേങ്ങ 1 കപ്പ്, കൊച്ചുള്ളി 5 എണ്ണം, വെളുത്തുള്ളി 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 2 എണ്ണം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി തേങ്ങായുമായിട്ട് ചതച്ച് വെച്ച അരപ്പ് ഇടുകയാണ്. അരപ്പിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കുക. അരപ്പിനോടൊപ്പം തന്നെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ പുളിവെള്ളം, അത് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. കക്കാറച്ചി ഇച്ചിരി വേവുള്ളതാണ്. കുക്കറിൽ 4 വിസിലടിച്ചാൽ എളുപ്പം വേകും. അല്ലാതെ ഇങ്ങനെ അരപ്പിലിട്ട് വേവിക്കുന്നവരും ഉണ്ട്. അന്നേരം ഇച്ചിരി താമസമാണ് നമുക്ക്. കക്കാറച്ചിയിൽ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഞാൻ വീണ്ടും 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക. അരപ്പ് വെന്ത് ഒന്ന് വെള്ളമൊക്കെ അങ്ങ് തോർന്ന് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ആവി കയറി ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് ആ മസാലയെല്ലാം കക്കാറച്ചി നല്ലപോലെ പിടിക്കണം. അതിന് നമുക്ക് മൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.